അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. എല്ലാ വിധത്തിലും അവൻ്റെ അനുഗ്രഹമുള്ള മജ്ലിസാക്കുമാറാവട്ടെ. വളരെ സന്തോഷമുള്ള, ആഹ്ലാദമുള്ള, ആനന്ദം നമുക്ക് നൽകുന്ന സദസ്സാണ്. ദിവസവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്ത് ഷറഫൽ അനാം മൗലിദ്, അതിൻ്റെ അർത്ഥതലം പദാർത്ഥം പറഞ്ഞു പോകുന്ന ധന്യവും അനുഗ്രഹീതവുമായ മജ്ലിസ് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ബദത് ലനാ ഫി റബീഇം ത്വൽഅത്തുൽ ഖമരി മിൻ വജ്ഹി മൻ ഫാഖ കുല്ലൽ ബദ്വി വൽ ഹളരി ജലൗഹു ഫിൽ കൗനി വൽ അംലാകു തഹ്ജുബുഹു ഫി ത്വൽഅത്തിൽ ഹുസ്നി ബൈന തീഹി വൽ ഹുഫരി വകാന ഫി മിസ്ലി ഹാദ ശഹരി മൗലിദുഹു അക്രിം ബിമൗലിദി ഖൈരിൽ ഖൽഖി വൽ ബശരി തജമ്മഅൽ ഹുസ്നു ഫീഹി ഫഹുവ വാഹിദുഹു ജലൗഹു ഫീ സൂറത്തിൻ ഫഖത് അല സുവരി മതാ അറാ റബ്അഹു യാ സഅദു അസ്അലഹു സഅയൻ അലർ റാസി ബൽ സഅയൻ അലൽ ബസരി ഇല്ലം യസുറു ഖബ്റഹു യാ സഅദു ഫീ ഉമരി മിൻ ബഅദി ഹാദൽ ജഫാ വളൈഅതൽ ഉമുരി തഖസ്സമൽ ഹുബ്ബു ഫീഹി കുല്ല ജാരിഹത്തിൻ ഫൽവജ്ദു ലിൽ ഖൽബി വൽ അജ്ഫാനു ലിസ്സഹരി സ്വല്ലാ അലൈഹി ഇലാഹുൽ അർശി മാ സദഹത് ഹമാഇമുൽ വർഖി ഫിൽ ആസ്വാലി വൽ ബുകരി. ഈ വരികളാണ് നമുക്കിന്ന് അർത്ഥം പറഞ്ഞ് ഓതാനുള്ളത്. ബദത് ലന, നമുക്ക് വെളിവായിട്ടുണ്ട്, ഫി റബീഇൽ അവ്വൽ മാസത്തിൽ, ത്വൽഅത്തുൽ ഖമർ, ഖമറിൻ്റെ ഉദയം. ഈ പദം പലതവണ മൗലിദുകൾ ആവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴി വളരെ കൂടുതലാണ്. മിൻ വജ്ഹി മൻ ഫാഖ കുല്ലൽ ബദ്വി വൽ ഹളരി. മിൻ വജ്ഹി മൻ, ഒരുത്തരുടെ മുഖത്തിൽ നിന്ന്, ഫാഖ, ആ ഒരുത്തൻ ഉയർന്നിട്ടുണ്ട്, മേലെയായിട്ടുണ്ട്, കുല്ലൽ ബദ്വി വൽ ഹളരി, നാട്ടിലും ഗ്രാമത്തിലും സർവസ്ഥലങ്ങളിലും വളരെ മേലെയായി നിൽക്കുന്ന ആ വ്യക്തിത്വം, അവിടുത്തെ മുഖത്തിൽ നിന്നിട്ടാണ് ആ ഖമറിൻ്റെ ഉദയം റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് വെളിവായിട്ടുള്ളത്. അത് നമുക്ക് എത്രമാത്രം സന്തോഷവും ആനന്ദവും ഉണ്ടാക്കുന്നു. ജലൗഹു ഫിൽ കൗനി വൽ അംലാകു തഹ്ജുബുഹു ഫി ത്വൽഅത്തിൽ ഹുസ്നി ബൈന തീഹി വൽ ഹുഫരി. ജലൗഹു, അവിടത്തെ വെളിപ്പെടുത്തി, ഫിൽ കൗനി, ലോകത്ത്, ഫിൽ കൗനി, ലോകത്തിൽ അവിടത്തെ വെളിപ്പെടുത്തി, വല്ലംലാക്കു, ഏതവസ്ഥയിൽ, മലക്കുകൾ, തഹ്ജുബുഹു, അവിടത്തെ വലയം ചെയ്യുന്നു, സംരക്ഷിക്കുന്നു, പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അവിടത്തെ വെളിപ്പെടുത്തി. ഫി ത്വൽഅത്തിൽ ഹുസ്നി ബൈന തീഹി വൽ ഹുഫരി. ഫി ത്വൽഅത്തിൽ ഹുസ്നി, ഭംഗിയുടെ ഉദയത്തിലുണ്ട്, ബൈന തീഹി വൽ ഹുഫർ, മണലാരുണ്യത്തിലും മണൽപ്പരപ്പിനും ഇടയിലായി ആ ഭംഗിയുടെ ഉദിപ്പ് നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത്
സർവസ്ഥലങ്ങളിലും സർവമാന ഇടങ്ങളിലും അവിടുത്തെ ഉദിപ്പിൻ്റെ ഗുണഫലം അനുഭവിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും അവിടുത്തെ അംശം, അവിടുത്തെ ആ നന്മയുടെ ഒരു ഗുണം ലഭിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒക്കെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വകാന ഫീ മിസ്ലി ഹാദ ശഹരി മൗലിദുഹു അക്രിം ബിമൗലിദി ഖൈറിൽ ഖൽഖി വൽ ബശരി. വകാന ഫീ മിസ്ലി ഹാദ ശഹർ, ഈ മാസം പോലെയുള്ളതിൽ ആയിട്ടുണ്ട്, വിശുദ്ധ റബീഉൽ അവ്വൽ മാസം പോലെ പുണ്യവും വളരെ മനോഹരവും വളരെ വസന്തം നൽകുന്ന ഈ മാസം ഇതുപോലെയുള്ള മാസത്തിലായിട്ടുണ്ട് മൗലിദുഹു, അവിടുത്തെ ജനനം. റബീഉൽ അവ്വലിൻ്റെ സവിശേഷത തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. മറ്റു മാസങ്ങൾക്ക് അതിൻ്റേതായ സവിശേഷത മഹത്വമുണ്ടെങ്കിൽ ഒരു മഹത്വവുമില്ലാത്ത റബീഉൽ അവ്വൽ മഹത്വപ്പെടുന്നത് ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവി മാസത്തിൽ നടക്കുന്നു എന്നതാണ്. അക്രിം ബി മൗലിദി ഖൈറിൽ ഖൽഖി വൽ ബശരി. അക്രിം, നീ ആദരിക്ക്, ബഹുമാനിക്ക്. എത്രമാത്രം അത്ഭുതമാണ്, എത്ര ആശ്ചര്യമാണ്. അതുകൊണ്ട് നീ ബഹുമാനിക്ക്. ബി മൗലിദി ഖൈറിൽ ഖൽഖി വൽ ബശരി, സർവ മനുഷ്യരിൽ നിന്നും സർവ സൃഷ്ടി ചരാചരങ്ങളിൽ നിന്നും ഏറ്റവും ഉത്കൃഷ്ടരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കൊണ്ട് നീ ആദരിക്ക്. ആ മൗലിദിൻ്റെ പേരിൽ നീ അത്ഭുതപ്പെട്, ആശ്ചര്യപ്പെട്, അവിടത്തെ നീ ബഹുമാനിക്ക്. തജമ്മഅൽ ഹുസ്നു ഫീഹി ഫഹുവ വാഹിദുഹു ജലൗഹു ഫീ സൂറത്തിൻ ഫഖത് അല സുവരി. തജമ്മഅൽ ഹുസ്നു, ഭംഗി ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഫീഹി, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ. ആ ഒരുമിച്ച് കൂടിയ ഭംഗിയുടെ മഹത്വം ചിന്തിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, ഫഹുവ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, വാഹിദുഹു, അഷ്റഫുൽ ഖൽഖ് അതുല്യനാണ്, ഒന്നാമനാണ്, ഏകനാണ് എന്ന് പറഞ്ഞാൽ അവിടത്തോട് സമാനപ്പെടുത്താൻ ഭംഗിയുടെ വിഷയത്തിൽ, മറ്റു വിശേഷണങ്ങളുടെ വിഷയത്തിൽ വേറെ ഒരാളും ഭൂമി ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ജലൗഹു ഫീ സൂറത്തിൻ ഫഖത് അല സുവരി. ജലൗഹു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ പൊന്നുമോനെ വെളിപ്പെടുത്തു. ഫീ സൂറത്തിൻ, ഒരു രൂപത്തിൽ. ഏതാണ് ആ കോലം, ഏതാണ് ആകൃതി, ഏതാണ് അവിടുത്തെ ഡിസൈൻ? ഫഖത്, അത് ഉയർന്നിട്ടുണ്ട്. അവിടുത്തെ ആ ആകൃതി, അവിടുത്തെ രൂപം അത് ഉയർന്നിട്ടുണ്ട്. അലസുവരി, പല രൂപങ്ങളും പല കോലങ്ങളും ലോകത്ത് നമുക്ക് കാണാം. പലരിലും, മനുഷ്യരിലും മറ്റു പല വസ്തുക്കളിലും കാണാം. എല്ലാ വസ്തുക്കളെയും അത്ഭുതപ്പെടുത്തുന്ന, നാണിപ്പിക്കുന്ന, എല്ലാ വസ്തുക്കളെയും കണ്ണഞ്ചിപ്പിക്കുന്ന, എല്ലാം തോറ്റു തല താഴ്ത്തിപ്പോകുന്ന മനോഹരമായ രൂപത്തിലും കെട്ടിലും ഭാവത്തിലും ആകൃതിയിലുമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ലോകത്തിൻ്റെ സൗന്ദര്യത്തെ ഈ ഭൗതിക ലോകത്ത് വെളിപ്പെടുത്തിയത്. മത്താ അറാ റബ്അഹു യസഅദു അസ്അലഹു സഅയൻ അലർ റഅസി ബൽ സഅയൻ അലൽ ബസ്വരി. മത്താ അറ, എപ്പോഴാണ് ഞാൻ കാണുക, റബ്അഹു, അവിടുത്തെ വാസസ്ഥലത്തെ, അവിടെ നന്ദി ഉറങ്ങുന്ന, അവിടെ നിന്ന് താമസിക്കുന്ന ആ സ്ഥലത്തെ, ആ പുണ്യസ്ഥലത്തെ, യാ സഅദു, ഓ വിജയത്തിൻ്റെ നക്ഷത്രമേ, എപ്പോഴാണ് കാണാൻ സാധിക്കുക? അങ്ങനെ ആ വാസസ്ഥലത്തെ കാണുമ്പോൾ, ആ അനുഗ്രഹ സ്ഥലത്തെ കാണുമ്പോൾ, ആ കേന്ദ്രത്തെ കാണുമ്പോൾ, അസ്അലഹു, അവിടത്തേക്ക് ഞാൻ പ്രവർത്തിക്കും.
അവിടത്തേക്ക് ഞാൻ അധ്വാനിക്കും. അത് സയ്യന്നല റസി, തല കുത്തിയിട്ടാണെങ്കിൽ, തലക്കുമേൽ നടന്നിട്ടാണെങ്കിൽ നടന്നിട്ടും, ബൽ സയ്യൻ അലൽ ബസരി, അല്ല കാഴ്ചയുടെ മേൽ നടന്നിട്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിധത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി എമ്പാടും കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും എനിക്ക് സാധിക്കുമോ അത്രയും ഞാൻ ചെയ്യും. ഇതെല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന മഹബത്തിൻ്റെ ഇഷ്കിൻ്റെ ഭാഗമായി വരുന്ന വരികളാണ്. അതിൻ്റേതായ അർത്ഥതലങ്ങളും ആശയങ്ങളും അതിൻ്റെ ആഴിയും ചിന്തിക്കുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടാൻ ഈമാനും ഹുബ്ബും അതുപോലെയുള്ള ഇഷ്കൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുക തന്നെ വേണം. ലം അസുർ ഖബ്റഹു യാ സഅദു ഫീ ഉമുരി മിൻ ബഅദി ഹാദൽ ജഫാ വ ളൈഅത്തൽ ഉമുരി. ഇല്ലം അസുർ ഖബ്റഹു, അവിടുത്തെ ഖബർ അത് ഞാൻ സിയാറത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, സന്ദർശിച്ചിട്ടില്ലെങ്കിൽ, യാ സഅദു, ഓ വിജയനക്ഷത്രമേ, ഫീ ഉമുരി, എൻ്റെ ജീവിതം മിൻ ബഅദി, അതിന് ശേഷം. അങ്ങനെ മുത്തുനബിയെ സിയാറത്ത് ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു രംഗം, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം, ആ ഒരു സ്ഥിതി ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. അതിന് ശേഷമുള്ള ജീവിതം ഹാദൽ ജഫ, അത് ഉണങ്ങിയ ജീവിതമാണ്, അത് അസ്വസ്ഥ ജീവിതമാണ്, അത് പ്രയാസ ജീവിതമാണ്, വളരെ ക്ഷീണിതമായ ജീവിതമാണ്, എല്ലാം ഒഴിഞ്ഞ് വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ആ ഉണക്കം അത് വല്ലാതെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. വാ ളൈഅത്തൽ ഉമുരി, എൻ്റെ ജീവിത നഷ്ടമേ, എൻ്റെ ആയുസ്സിൻ്റെ നഷ്ടമേ. തഖസ്സമൽ ഹുബ്ബു ഫീഹി കുല്ല ജാരിഹത്തിൻ ഫൽവജ്ദു ലിൽ ഖൽബി വൽ അജ്ഫാനു ലിസ്സഹരി. തഖസ്സമൽ ഹുബ്ബു, പ്രിയം അത് ഇനമായിട്ടുണ്ട്, വഹരിയായിട്ടുണ്ട്, ഫീഹി, ആരിലുള്ള അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള പ്രിയം അത് വഹരിയായിട്ടുണ്ട്. കുല്ല ജാരിഹത്തിൻ, എല്ലാ അവയവങ്ങളിലും എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മൊത്തത്തിൽ ഓരോ അവയവങ്ങളിലും അവിടത്തോളം സ്നേഹം അത് വഹരിയായിട്ടുണ്ട്. അത് മബ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അത് കയ്യിലും കാതിലും കണ്ണിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അത് വല്ലാത്തൊരു അനുഭൂതിയും ആ സന്തോഷത്തിൻ്റെയും അവസ്ഥയാണ്. അതുകൊണ്ട് ഫൽവജ്ദു ലിൽ ഖൽബി വൽ അജ്ഫാനു ലിസ്സഹരി. ഫൽവജ്ദു, അപ്പോൾ പ്രിയം, ആ പ്രിയത്തിൻ്റെ അനുഭവം, ലിൽ ഖൽബി, അത് ഖൽബിലുണ്ട്, അത് ഖൽബിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. വൽ അജ്ഫാനു, കൺപോളകൾ, ലിസ്സഹരി, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞ് അവിടത്തെ പ്രകീർത്തിച്ച് അവിടത്തേക്ക് വേണ്ടി ഉറക്കൊഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. വല്ലജ്ഫാനു, കൺപോളകൾ, ലിസ്സഹരി, ഉറക്കഴിക്കുന്നുണ്ട്, രാത്രി ഉറക്കൊഴിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന് വേണ്ടി. സല്ലാ അലൈഹി ഇലാഹുൽ അർശി മാ സ്വദഹത് ഹമാഇമുൽ വർഖി ഫിൽ ആസാലി വൽ ബുകരി. സല്ലാ അലൈഹി, അള്ളാഹു ഗുണം ചെയ്യട്ടെ. സല്ലാ അലൈഹി, അവൻ്റെ മേൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഗുണം ചെയ്യട്ടെ. ഇലാഹുൽ അർശ്, അർശിൻ്റെ ഇലാഹ്. മാ സ്വദഹത്, കൂകി ഉറക്കെ പാട്ടുപാടുന്ന കാലത്തോളം, സംഗീതം പാടി നടക്കുന്ന കാലത്തോളം. ഹമാഇമുൽ വർഖി, അതെ മാടപ്പുറാവുകൾ മരങ്ങളുടെ താഴെയും ഇലകൾക്കുള്ളിലും അതിൻ്റെ പരിസരങ്ങളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും മാടപ്പുറാവുകൾ അതിങ്ങനെ കുറുകി അതിൻ്റെ സംഗീതം പാടുന്ന കാലത്തോളം. ഫിൽ ആസ്വാലി വൽ ബുക്കരി, രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഇലാഹുൽ അർശ്
അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുണം ചെയ്യട്ടെ, സ്വലാത്ത് ചൊല്ലട്ടെ എന്നാണ് ഈ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സർറഫൽ അനാമിലെ വളരെ പ്രധാനപ്പെട്ട അഷ്റഖ ബൈത്തും അതിലെ ഹദീസും ഒക്കെ ഓതി അർത്ഥം പറയാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. എല്ലാവിധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, അവിടുത്തെ മദ്ഹ് പറയുന്ന, അവിടുത്തെ ദീനിന് ഖിദ്മ ചെയ്യുന്നവർ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം ആളുകളൊക്കെ ഈ സദസ്സിൽ ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. യാ റബ്ബ് യാ അല്ലാഹ്, ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണം അല്ലാഹ്, സ്വീകരിക്കണം അല്ലാഹ്. എല്ലാവിധ ഗുണവും ബർക്കത്തും നിഅമത്തും സലാമത്തും നൽകണം അല്ലാഹ്. എത്രയോ ആളുകൾ ഞങ്ങളെ സദസ്സിൽ ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നു. അവർക്കൊക്കെ ഞങ്ങളെ സദസ്സ് ഇജാബത്താക്കണം അല്ലാഹ്. ഇസ്മാഇൽ ബദറിൻ്റെ സദസ്സ്, സ്വലാത്തുന്നാരിയുടെ സദസ്സ്, ഇതുപോലുള്ള മദ്ഹിൻ്റെ കീർത്തനത്തിൻ്റെ സദസ്സ്, അതൊക്കെ ഞങ്ങൾക്ക് ഗുണവും മെച്ചോറിറ്റിയും ഉണ്ടാക്കി തരണം അല്ലാഹ്. റാഹത്തും സന്തോഷവും നൽകണം അല്ലാഹ്. ദുആ കബൂലാക്കണം അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.